തൻ്റെ പതിവ് നായാട്ട് കഴിഞ്ഞ് മടങ്ങിവരികയായിരുന്ന വയനാട്ട് കുലവൻ വഴിയിൽ മാറിൽ 2 നാഗങ്ങളുമായി വെണ്ണീറായി കിടക്കുന്ന കേളനെ കാണുകയും തൻ്റെ പിൻകാലുകൊണ്ട് വെണ്ണീറിൽ തൊഴിക്കുകയും ചെയ്തുവത്രേ. അപ്പോൾ ദേവന്റെ പിൻകാല് പിടിച്ച് കേളൻ മാറിൽ നാഗങ്ങളുമായി പുനർജന്മം നേടി ദൈവക്കരുവായി മാറി. ഞാൻ കണ്ടതുകൊണ്ട് നീ കണ്ടനാർ കേളൻ എന്നറിയപ്പെടും എന്നനുഗ്രഹിച്ച് തൻ്റെ ഇടതുഭാഗത്തിരിക്കാൻ പീഠവും കയ്യിൽ ആയുധവും പൂജയും കൽപ്പിച്ചു കൊടുത്തു. ഉടലിൽ പാമ്പിണ ചേരും മുകിൽ വർണ്ണൻ, ആത്മപാരിതിൽ പുകൾപെറ്റ കണ്ടനാർ കേളൻ എന്നാണ് കേളനെക്കുറിച്ച് പറയുന്നത്. പയ്യന്നൂരിനടുത്ത രാമന്തളിയിലെ കുന്നരു എന്ന പ്രദേശത്തെ മേലേടത്ത് ചക്കി എന്ന സ്ത്രീക്ക് അവരുടെ വയനാട്ടിലെ പൂമ്പുനം എന്ന സ്ഥലത്തെ കാട്ടിൽ വെച്ച് കളഞ്ഞു കിട്ടിയ കുട്ടിയാണ് കേളൻ. സ്വന്തം പുത്രനെ പോലെ വളർത്തിയ കേളൻ നല്ല വീര്യവും ആരോഗ്യമുള്ളവനുമായി വളർന്നു. തൻ്റെ അമ്മയെ കുന്നരുവിലെ തങ്ങളുടെ കൃഷിസ്ഥലങ്ങൾ നല്ല വിളവെടുപ്പോടെ സമ്പൽ സമൃദ്ധമാക്കാൻ ഏറെ സഹായിച്ചു. ഇതിൽ സംതൃപ്തിയായ ആ മാതാവ് തൻ്റെ വയനാട്ടിലെ 4 കാടുകൾ കൂടി ചേർന്ന പൂമ്പുനം എന്ന സ്ഥലം കൃഷിയോഗ്യമാക്കാൻ വേണ്ടി കേളനെ നിയോഗിക്കുന്നു. അമ്മയുടെ വാക്കുകൾ മനസാവരിച്ച കേളൻ തൻ്റെ ആയുധമായ വില്ലും ശരങ്ങളും ഒപ്പം പൂമ്പുനം വെട്ടിത്തെളിക്കാൻ വേണ്ടിയുള്ള ഉരുക്കും ഇരുമ്പും കൊണ്ടുള്ള പണിയായുധങ്ങളുമായി യാത്ര പുറപ്പെട്ടു. വീട്ടിൽ വെച്ച കള്ളാവോളം മോന്തിയ കേളൻ വഴിയിൽ വെച്ച് കഴിക്കാനായി ഒരു കുറ്റി കള്ള് കയ്യിലും മറ്റൊന്ന് മാറാപ്പിലുമായി കരുതി. പൂമ്പുനത്തിലെത്തിയ കേളൻ 4 കാടുകളും വെട്ടിത്തെളിച്ചു. എന്നാൽ 4ാമത്തെ പൂമ്പുനത്തിന് നടുവിലുള്ള കാളിയും കരാളിയുമെന്ന 2 നാഗങ്ങൾ താമസിച്ചിരുന്ന നെല്ലിമരം മാത്രം വെട്ടിയില്ല. പൂമ്പുനം 4ഉം തീയിടാൻ തീരുമാനിച്ച കേളൻ ഓരോ പൂമ്പുനത്തിൻ്റെയും 4 മൂലയിലും 4 കോണിലും തീയിട്ട് അതിസാഹസികമായി അതിന് നടുവിൽ നിന്ന് പുറത്തു ചാടി വരികയായിരുന്നു. ഇങ്ങനെ 1ഉം 2ഉം കഴിഞ്ഞപ്പോൾ കേളന് അത് വളരെ ആവേശമായി തോന്നി. അങ്ങനെ 3ാം പൂമ്പുനവും കഴിഞ്ഞു. ഒടുവിൽ നെല്ലിമരം നിൽക്കുന്ന 4ാമത്തെ പൂമ്പുനത്തിലും ഇപ്രകാരം തീയിട്ട് പുറത്തു വരാൻ ശ്രമിക്കവേ അഗ്നിയും വായുവും കോപിച്ചത് കാരണം 8 ദിക്കിൽ നിന്നും തീ ഒരേപോലെ ആളിപ്പടർന്നു. തനിക്ക് പുറത്ത് ചാടാവുന്നതിലും ഉയരത്തിൽ അഗ്നി പടർന്നത് കണ്ട് ഇനി നെല്ലിമരം മാത്രമേ തനിക്ക് രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിയ കേളൻ അതിൻ്റെ മുകളിലേക്ക് ചാടിക്കയറി. അപ്പോൾ അതിലുണ്ടായിരുന്ന 2 നാഗങ്ങളും പ്രാണഭയത്താൽ കേളന്റെ ദേഹത്തേക്ക് പാഞ്ഞു കയറുകയും ഇടതുമാറിലും വലതുമാറിലുമായി ആഞ്ഞു കൊത്തുകയും കേളനും നാഗങ്ങളും കൂടി അഗ്നിയിലേക്ക് വീഴുകയും അവർ ചാരമായി മാറുകയും ചെയ്തു. പൂമ്പുനത്തിലെ തീയിൽ നിന്നും ചാടി പുറത്തേക്കിറങ്ങുന്നതിനെ കാണിക്കാൻ ഈ തെയ്യം അഗ്നിയിലൂടെ കയറിയിറങ്ങും. 4ആയി പകുത്ത മേലേരി കൂട്ടിയ ശേഷം 4ഉം ഒന്നാക്കി ഓലയിട്ട് തീ കത്തിക്കുകയാണ് ചെയ്യുക. ആളുന്ന തീയിലൂടെ ചാടിയിറങ്ങുന്ന കേളൻ തെയ്യത്തെ ആളുകൾ
ശ്വാസമടക്കി പിടിച്ചാണ് വീക്ഷിക്കുന്നത്. വണ്ണാൻ സമുദായക്കാരാണ് ഈ തെയ്യക്കോലം കെട്ടിയാടുന്നത്. പൂമ്പുനം ചുട്ട കരിമ്പുനത്തിൻ കാട്ടിൽ കരുവേലമൂർഖൻ മാറിൽ വന്നു കടിച്ചു വിഷം ചൊരിഞ്ഞു. അഗ്നിയിൽ വീണിട്ടുഴലും നേരം മറ്റാരുമില്ല സഖേ എനിക്ക്. കണ്ടുടൻ മേലടത്തമ്മയപ്പോൾ വാഴുക നീ വളർക നീ കണ്ടനാർ കേള.